ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഇന്നലെ യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന് മുഖപക്ഷം എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. വിവിധ തരങ്ങളിലുള്ള മുഖപക്ഷം നമ്മുടെ നാട്ടിലുണ്ട്. ക്രിസ്ത്യൻ മിഷണറിമാർ ഈ ദേശത്ത് വരുന്നതിന് മുമ്പ് കേരളത്തിൽ വളരെയധികം ജാതി വ്യവസ്ഥ, വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നെങ്കിലും കേരളത്തിലെ ജാതി വ്യവസ്ഥ ഒരു മാനസിക രോഗത്തിൻ്റെ തലത്തിലേക്ക് പോയിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മാനസിക രോഗത്തിൻ്റെ തലത്തിലേക്ക് ഇന്നും ആ ഒരു തലത്തിൽ ഈ ജാതി ചിന്ത ഉണ്ട് എന്നുള്ളത് ഈ കേരള സമൂഹത്തിൻ്റെ പ്രത്യേകതയാണ്. എല്ലായിടത്തും ഈ ജാതി ചിന്തയുണ്ട്, ഇല്ലാതില്ല. പക്ഷേ കേരളത്തിൽ വിശ്വാസികളുടെ ഇടയിൽ ഈ ജാതി ചിന്ത വളരെ കഠിനമായിട്ടുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇല്ലാത്തവരും ഉള്ളവരും തമ്മിലൊരു കമ്മ്യൂണിയൻ ഇല്ല. നമ്മുടെ ചർച്ചകളിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. ചർച്ചിൽ ഒരു 100 പേരുണ്ടെന്നിരിക്കട്ടെ, അതിൽ ഫെലോഷിപ്പ് നിങ്ങൾ നോക്കിയാൽ ശ്രദ്ധിച്ചാൽ തമ്മിലൊരു കൂടുതൽ സമ്പത്തുള്ളവർ തമ്മിലാണ്, അല്ലെങ്കിൽ സമ്പത്തില്ലാത്തവർ തമ്മിലാണ്. അവർ തമ്മിലേ കൂടുകയുള്ളൂ. അതാണ് അതിൻ്റെ ആ ഒരു ഗ്ലോറി അവർക്ക് വിടാൻ പറ്റാത്ത ഒരു സാഹചര്യം. സമ്പത്ത് കുറഞ്ഞ ഒരാളുണ്ടെന്ന് വിചാരിച്ചോ, അയാളായിരിക്കും അവിടുത്തെ പണികൾ മുഴുവൻ ചെയ്യുന്നത്. സമ്പത്തുള്ളവർ വരുന്നു പോകുന്നു, അവരാ ഗമയിൽ വിട്ടൊന്നും ചെയ്തില്ല. പക്ഷെ സമ്പത്തില്ലാത്തവരാണ് കൂടുതൽ. ഇത് പൊതുവെ പറയുന്ന കേട്ടോ, എല്ലായിടത്തും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു ചർച്ചിനകത്ത് തന്നെ അവരവർക്ക് കൂട്ടാൻ പറ്റാവുന്ന കൂട്ടായ്മകൾ, ഇപ്പോൾ 100 പേരുള്ളൊരു ചർച്ചിൽ ഞാൻ പറഞ്ഞെങ്കിൽ ഒരു 5-6 പേര് ഒന്നിച്ച് കുറച്ചും കൂടെ അടുപ്പമുള്ളൊരു വൃന്ദം നിങ്ങളുടെ ചുറ്റുമുണ്ടല്ലോ. നിങ്ങളുടെ ചുറ്റും നിങ്ങളോട് വളരെ അടുപ്പമുള്ളൊരു വൃന്ദമുണ്ട്. പൊതുവേ പറഞ്ഞാൽ അത് നിങ്ങളെപ്പോലെ തന്നെയുള്ള നിങ്ങളുടെ അതേ ഇൻട്രസ്റ്റുള്ള ആൾക്കാരായിരിക്കും. ആത്മാവിൻ്റെ കൂട്ടായ്മ നടക്കാതെ നമ്മുടെ സോളിൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ളൊരു പരിശ്രമമാണത്. മനുഷ്യൻ എപ്പോഴും അവനെപ്പോലെയുള്ള ആൾക്കാരുടെ ഇടപെടാനാണ് ഇഷ്ടം, അല്ല അവനേക്കാൾ വലിയ ആൾക്കാരുടെ ഇടപെടാനാണ് ഇഷ്ടം. അവനേക്കാൾ താണതെന്ന് അവൻ ചിന്തിക്കുന്ന ആളോട് ഇടപെടാൻ അവൻ അത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് എപ്പോഴും ഈ ബൂർഷ്വാസി എന്ന് പറയുന്ന വിഭാഗം, അതായത് അപ്പർ മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ്, ഇവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അടുത്ത ലെവലിലോട്ട് വളരണമെന്നാണ്. അപ്പോൾ അവരുടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തന്നെയായിരിക്കും. അടുത്ത ലെവലിലേക്ക് അവരെ കൊണ്ടുപോകാവുന്ന രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ്. 14-ാം വാക്യത്തിൽ പറയുന്നു, അവിടെയാണ് നമ്മുടെ തിയോളജിയിലേക്ക് യാക്കോബ് കിടക്കുന്നത്. അതായത് എന്താണ് ഈ ശരിക്കും പ്രശ്നം, എന്തുകൊണ്ടാണ് ഈ മുഖപക്ഷമുള്ളത്, എന്തുകൊണ്ടാണ് ജാതി വ്യവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നത്, എന്തുകൊണ്ടാണ് ഒരു സമ്പന്നനായ ആൾ ദരിദ്രനായ ആളെ അവജ്ഞയോടെ കാണുന്നത്. ഇന്ന് തിയോളജിക്കലി തന്നെ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. സമ്പത്തില്ലാത്തവൻ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ വസിക്കുന്നവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണെന്നും അത് ദൈവാനുഗ്രഹം ഇല്ലാത്തതുകൊണ്ട് ഒരു കുരുങ്ങിക്കിടക്കുകയാണെന്നും ചിന്തിക്കുന്നവരാണ് ഒത്തിരി പേര്. പ്രിയ സഹോദരങ്ങളെ, ദരിദ്രരെയും കർത്താവ് ആത്മീകരായി സമ്പന്നരാക്കിയിട്ടുണ്ട് എന്ന് യാക്കോബിൻ്റെ ലേഖനം പറയുന്നു. ആത്മീക സമ്പന്നത മാത്രമാണ് ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് ദാരിദ്ര്യം എന്ന് പറയും, നിങ്ങൾ ഫിസിക്കൽ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ശാപമാണ് എന്ന് വിചാരിക്കരുത്. ഇന്നത്തെ സമ്പന്നരുടെ തിയോളജി, വേദശാസ്ത്രം, സമ്പന്നതയുടെ വേദശാസ്ത്രം നിങ്ങളെ ഒരുപക്ഷെ വിധിച്ചിട്ടുണ്ടാവും. നിങ്ങളെ ദൈവം ഉപേക്ഷിച്ചതാണ്. ഇന്ന് ദാരിദ്ര്യത്തിലിരിക്കുന്നവർക്ക് ദാരിദ്ര്യമല്ല ഏറ്റവും വലിയ വേദന, അവർ ശപിക്കപ്പെട്ടവരാണെന്നുള്ള തോന്നലാണ്. ദൈവം അവരെ വിടുവിക്കുന്നില്ല അത്രേ. പ്രിയ സഹോദരങ്ങളെ, പാപത്തിൽ നിങ്ങളെ വിടുവിക്കാൻ വേണ്ടി കർത്താവ് തൻ്റെ സ്വന്തം ജീവനെ നൽകിയിട്ട് നിങ്ങളെ വീണ്ടെടുത്തിട്ട് ഇനി എന്ത് വിടുതലിൻ്റെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്? സമ്പത്ത് കിട്ടുന്നതാണോ വിടുതൽ? അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ധ്വനി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യത്തിലിരിക്കുന്നവർ ദാരിദ്ര്യത്തെക്കുറിച്ച് മാത്രമല്ല ഉത്കണ്ഠപ്പെടുന്നത്, അവർ ദൈവത്താൽ അവഗണിക്കപ്പെടുന്നവരും ദൈവം അനുഗ്രഹിക്കാത്തവരുമെന്ന് ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നതിൽ ഈ കള്ള ഉപദേഷ്ടാക്കന്മാർ ജയിച്ചിട്ടുണ്ട്. സമ്പത്തുള്ളവർ മാത്രം അനുഗ്രഹിക്കപ്പെട്ടവർ, അവരുടെ ഒരു കൂട്ടായ്മയായിട്ട് ഇന്നത്തെ ചർച്ചകൾ മാറിയിരിക്കുന്നു. ഉന്നത കുലജാതരുടെയും സമ്പത്തുള്ളവരുടെയും കൂട്ടായ്മ, അവർക്ക് സന്തോഷിക്കാം, കാരണം ദൈവം അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ സഭയിൽ ഒരാൾ വന്ന് കാർ കിട്ടിയതിനും വീട് കിട്ടിയതിനൊക്കെ സ്തോത്രം ചെയ്ത് ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ ഇത് രണ്ടുമില്ലാതെ ഞെരങ്ങുന്ന പാവങ്ങളും ഇതിന് പങ്കാളികളാകുമ്പോൾ അവർ ദൈവത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് തരാത്തത്? ദൈവം തന്നതാണെന്നാണല്ലോ ഇതെല്ലാം പറയുന്നത്. ഇതിനകത്ത് ആ ഇക്വേഷൻ വളരെ ഭയാനകമാണ്. ഇതെല്ലാം സഭയിൽ മുഖപക്ഷമുണ്ടാക്കുന്ന കാര്യമാണ്. സമ്പത്തിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ്. ഇത് വിശ്വാസം ഉള്ളിൽ വരാത്തതുകൊണ്ടാണെന്നാണ് യാക്കോബ് പറയുന്നത്. പ്രവർത്തിക്കുന്ന വിശ്വാസമല്ല നമ്മുടേതെങ്കിൽ, നമ്മുടെ വിശ്വാസം വെറും ഒരു കൺഫെഷൻ മാത്രമാണ് എങ്കിൽ, അത് ജീവനിലേക്ക് നടത്തുന്ന ഫെയ്ത്ത് അല്ലെങ്കിൽ ആ ഫെയ്ത്ത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇവിടെ പറയുന്നത്, സഹോദരന്മാർ, ഒരുത്തൻ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുകയും പ്രവൃത്തികളില്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്താ? വിശ്വാസത്താലും രക്ഷ പ്രാപിക്കുമോ? ഇപ്പോൾ വിശ്വാസി എന്ന് പറയുന്ന ഒരാൾ, ഉപദേശി എന്ന് പറയുന്നയാൾ, പാസ്റ്റർ എന്ന് പറയുന്നയാൾ മുഖപക്ഷം കാണിക്കുകയും ജാതി അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയും സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയും നല്ല സഭകൾ നോക്കി പോവുകയും സമ്പന്നരെ കൂടുതൽ ബഹുമാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവൻ വിശ്വാസി എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അതാണ് ചോദിച്ചിരിക്കുന്നത്. പ്രവൃത്തികളില്ല. എന്ത് പ്രവൃത്തികളെക്കുറിച്ചാണ് പറയുന്നത്? ഈ വിശ്വാസം, അതായത് തൻ്റെ സഹോദരനെ കരുതാത്ത വിശ്വാസം, ദരിദ്രനെ അപമാനിക്കുന്ന ഈ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ ആണ് ചോദ്യം. അതിൻ്റെ ഉത്തരം പറയുകയാണ്, ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും, അതായത് വേണ്ടത്ര വസ്ത്രമില്ലാത്തവരും
അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കും നിങ്ങളിൽ ഒരുത്തൻ അവരോട്. സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളവർ കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? അതായത് ഒരാൾ വന്ന് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളൊരു പാസ്റ്ററാന്ന് വിചാരിച്ചോ, നിങ്ങളുടെ അടുത്ത് വന്ന് പറയുകയാണ്, എൻ്റെ ഒന്നുമില്ല, ആഹാരം കഴിക്കാൻ പോലും വകയില്ല. അപ്പോൾ പാസ്റ്റർ പറയാണ്, പ്രാർത്ഥിക്കാം, ദൈവം തരും, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ പാസ്റ്ററുടെ കയ്യിൽ ഒരു 500 എടുത്ത് കൊടുത്താൽ അവൻ്റെ അന്നത്തെ വിഷയം തീർന്നു. പക്ഷെ അത് ചെയ്യില്ല. ദൈവം എനിക്ക് തന്നു, ദൈവം നിനക്കും തരട്ടെ. പക്ഷേ ഈ പാസ്റ്ററും ഈ ശുശ്രൂഷകൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം ഇദ്ദേഹത്തിന് കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? അവരുടെ ചുറ്റുമുള്ള ആളുകളുടെ വിശപ്പും കൂടെ മാറാൻ വേണ്ടിയാണ്. അതാണ് ഈ ബൈബിളിൽ എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാൻ എൻ്റെ ചുറ്റുമുള്ളവർ, എൻ്റെ അയൽക്കാരനെ, എൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം എന്നുള്ള പ്രമാണം റോയൽ കമാൻഡ്മെൻറ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത്, ഗോൾഡൻ കമാൻഡ്മെൻറ്റ്. അപ്പം പ്രാർത്ഥിക്കാം ബ്രദറെ എന്ന് പറഞ്ഞ് ഒരു സമ്പത്തില്ലാത്തവനെ നിങ്ങൾ വിടുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കാശിരിക്കെ നിങ്ങൾ ഈസിയായിട്ട് ചെയ്യാവുന്നൊരു കാര്യം ആണ് അത് ചെയ്യാതെ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വിശ്വാസമല്ല, അതൊരു തട്ടിപ്പാണ്, കപടമാണ്. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളെക്കുറിച്ചാണ് യാക്കോബ് ചോദിക്കുന്നത്. ഈ വിശ്വാസവും കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇവർ വിശ്വാസം ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഡോക്ട്രിൻസ് എല്ലാം കറക്റ്റാണ്. ത്രിയേകത്വത്തെക്കുറിച്ച് പറയുന്നു, ദൈവത്തെക്കുറിച്ച് പറയുന്നു, പുത്രനെക്കുറിച്ച് പറയുന്നു, രക്ഷയെക്കുറിച്ച് പറയുന്നു. ഫേസ്ബുക്കിലാണെങ്കിൽ തർക്കിച്ച് എത്ര ഭയങ്കര പ്രസംഗങ്ങളാണുള്ളത്. ഇതെല്ലാത്തിനും ഒരു മിടുക്കലാണ്. പക്ഷേ 5 രൂപ കയ്യിൽ നിന്ന് പോകുന്നൊരു പരിപാടി അവർ ചെയ്യുകയില്ല. ഒരു സഹോദരന് വേണ്ടി ഒന്നും ചെയ്യുകയില്ല. ഇങ്ങനെയുള്ള ആളുകളുടെ ഫെയ്ത്തിനെ കുറിച്ചാണ് യാക്കോബ് പറയുന്നത്. ഈ വിശ്വാസം അവരെ രക്ഷിക്കുന്ന വിശ്വാസമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെ വിശ്വാസം പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജ്ജീവമാകും. സ്വതവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇറ്റ്സെൽഫ്, അതിൽ തന്നെ നിർജ്ജീവമാണ്. അതായത് ഫെയ്ത്ത് എന്ന് പറയുന്ന സാധനം അനങ്ങിയിട്ടില്ല. ദർ ഈസ് നോ ഫെയ്ത്ത്, ദിസ് എ ഡെഡ് ഫെയ്ത്ത്. ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു കൺഫെഷൻ മാത്രമാകുമ്പോൾ സംഭവിക്കുന്നത് അത് ചത്ത വിശ്വാസമാണ്. അതിന് ഫലം പുറപ്പെടുവിക്കാനുള്ള കഴിവില്ല. നിങ്ങളെപ്പോഴും പറയുമല്ലോ, ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കും, ഞങ്ങളെ ഇത്ര അനുഗ്രഹിച്ച ദൈവമാണ് ഈ സമ്പത്തെല്ലാം തന്നത്. ശരിക്കും ആണോ? അങ്ങനെ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ദൈവം പറഞ്ഞ പോലെ ഇത് ആർക്കെങ്കിലും കൊടുക്കാമല്ലോ, കുറച്ചെങ്കിലും അതിനകത്തുനിന്ന്. പക്ഷെ അത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ? രണ്ടാമത് കിട്ടുമെന്ന് ഉറപ്പില്ല. ഇത് പോയാൽ പോയി. കാരണം ഉള്ളിൻ്റെ ഉള്ളിലറിയാം ദൈവം തന്നു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, എനിക്കിനി രണ്ടാമത് അധ്വാനിച്ചത് ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല, എൻ്റെ ആരോഗ്യം നാളെ പോയാൽ പറ്റത്തില്ല, അതുകൊണ്ട് ഈ കാശ് സൂക്ഷിച്ച് വെക്കണം എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് ദൈവമാണ് തന്നതെന്ന് ചുമ്മാ മേമ്പൊടിക്ക് പറയുന്നത്. ദൈവമാണ് തന്നതെങ്കിൽ അൺകണ്ടീഷണലാണ്, എപ്പോൾ വേണമെങ്കിലും തരാം ദൈവത്തിന്. പക്ഷേ ദൈവം തന്നു എന്ന് പറയുക, അതേസമയത്ത് സ്വന്തം ആരോഗ്യത്തെ, സ്വന്തം കാര്യങ്ങളെ മാത്രം നോക്കുകയും ചെയ്യുമ്പം അത് വെറും കപടമാണ്, അത് വിശ്വാസമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സമ്പത്തിനെക്കുറിച്ചാണ് ഇവിടെ യാക്കോബ് കൂടുതലും പറയുന്നത്. കാരണം അന്നത്തെ ഒരു സോഷ്യൽ റിയാലിറ്റി അതായിരുന്നു. ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള ആ ഒരു പ്രശ്നമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അനേകം തരം പ്രോബ്ലംസ്. സമ്പത്ത് മാത്രമല്ല, ജാതി, മതം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100,000 തരത്തിലുള്ള വിവേചനങ്ങളാണ് ഇന്നുള്ളത് സഭയ്ക്കകത്ത്. എന്നിട്ട് ഇവരെല്ലാം പറയുമ്പോൾ ഭയങ്കര വിശ്വാസികളാണ്. അമേരിക്കയിലെ ചാൾസ് പർഹാമിൻ്റെ ബെഥേൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1901 അന്യഭാഷ ആദ്യമായിട്ട് വന്നു എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഇവർ വലിയ ഉണർവ് നടക്കുകയാണ് അകത്ത്. പുറത്ത് കറുത്ത വർഗ്ഗക്കാരനായ വില്യം ജെ സെയ്മൂർ മഴയത്ത് കുടയും ചൂടി വെളിയിൽ നിൽക്കുകയാണ്. കുട ചൂടിയാണോ കുട ഇല്ലാതാണോ എന്നറിയാൻ മേല. അകത്ത് പ്രവേശനമില്ല, കാരണം അദ്ദേഹം ബ്ലാക്കാണ്. അന്യഭാഷ വന്നു, ആത്മാവ് വന്നു അവർ പറയുന്നു. പക്ഷേ ഈ ആത്മാവ് വിവിധ ജാതികളെ യോജിപ്പിക്കുന്നില്ല. ആത്മാവ് ക്രിസ്തുവിൻ്റെ ഗുണങ്ങളെ ഘോഷിക്കുന്നില്ല. ആത്മാവ് സഭ ഒന്ന്, ശരീരം ഒന്നെന്ന് പറയുന്നില്ല. അപ്പോൾ ഇത് ആകെപ്പാടെ എന്താ പറയുന്നത്, അന്നു മുതൽ ഈ വിവേചനം എന്ന് പറയുന്ന സാധനം ഇതിനകത്ത് കിടക്കുകയാണ്. ഈ ആത്മാവിൻ്റെ ഫെനോമെന അല്ലാതെ അതിനകത്ത് നിന്നുള്ള ജീവൻ വ്യാപരിക്കാത്തതുകൊണ്ട് അത് കപടമായൊരു വിശ്വാസത്തിലേക്കാണ് എത്തിക്കുന്നതെന്ന് നമ്മളിവിടെ കാണാം. ഒരു സഹോദരനോട് കരുണ തോന്നാത്ത, അവൻ്റെ വർഗത്തിൻ്റെ പേരിലോ വർണ്ണത്തിൻ്റെ പേരിലോ ധനത്തിൻ്റെ പേരിലോ കരുണ തോന്നാത്ത ഈ അവസ്ഥ ഇന്ന് വളരെയധികം ഉണ്ട്. എന്നിട്ട് ഇവിടെ പറയുകയാണ്, എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എന്നാൽ വേറൊരുത്തൻ, ഇതിപ്പം പ്രവൃത്തികളില്ലാത്ത വിശ്വാസത്തെക്കുറിച്ച് പറയുകയാണ്, നിർജ്ജീവമാണ് സ്വതവേ. ഇനി വിശ്വാസമില്ലാത്ത പ്രവൃത്തികളെക്കുറിച്ചുണ്ട് അടുത്ത വാക്യം. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ടെന്ന് പറയുമായിരിക്കും. അപ്പോൾ ചില ആൾക്കാർ പറയും, നിനക്ക് വിശ്വാസമാണ്, എനിക്ക് പ്രവൃത്തി. അപ്പോൾ പ്രവൃത്തിയിൽ അഹങ്കരിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഇവിടെ പറയാണ്, നിൻ്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. അപ്പം യാക്കോബ് പറയുന്ന സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവൃത്തിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല, വിശ്വാസത്തിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്തിനും വിശ്വാസമില്ലാത്ത പ്രവൃത്തികളോ ഇല്ല. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇഫ് യു ഹാവ് ഫെയ്ത്ത്, ജെനുവിൻ ഫെയ്ത്ത്, യു വിൽ ഹാവ് വർക്ക്സ്. നിങ്ങൾ ഫലം പുറപ്പെടുവിക്കാതിരിക്കില്ല. അതായത് എവിടെ വിശ്വാസമുണ്ടോ, അത് ജെനുവിനാണോ, അവിടെ ഫലം പുറപ്പെട്ടിരിക്കും.
എനിക്ക് വിശ്വാസമുണ്ട് പ്രവൃത്തിയില്ല എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് പ്രവൃത്തിയുണ്ട് നിനക്ക് വിശ്വാസമുണ്ടെന്ന് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് രണ്ടും ഒന്നിച്ചു പോകേണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളത് പ്രവർത്തിച്ചിരിക്കും. പ്രവർത്തിക്കാത്ത വിശ്വാസം ചത്തതാണ്. ഇപ്പം സാധാരണ പറയുന്ന പോലെ വി ആർ സേവ്ഡ് ബൈ ഫെയ്ത്ത് അലോൺ ബട്ട് നോട്ട് ബൈ എ ഫെയ്ത്ത് ദാറ്റ് കംസ് അലോൺ എന്ന് ഒരാൾ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് വിശ്വാസത്താൽ നമ്മൾ രക്ഷിക്കപ്പെടുന്നുവെങ്കിലും ഒറ്റയ്ക്ക് വരുന്നൊരു വിശ്വാസമല്ല, അതിൻ്റെ കൂടെ ഒരു ജീവിത ട്രാൻസ്ഫോർമേഷനും കൂടെ ഇങ്ങ് വരുന്നുണ്ട്. ത്രൂ ദാറ്റ് ഫെയ്ത്ത് നമ്മളെ മാറ്റുന്ന ആ ഫെയ്ത്തിൻ്റെ ശക്തി. ആ മാറ്റം നടക്കുന്നില്ലെങ്കിൽ ഈ ഫെയ്ത്ത് നിർജ്ജീവമാണ്. നമ്മൾക്ക് ഈ ഫെയ്ത്ത് ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഇന്നും നിങ്ങളുടെ മക്കളുടെ കല്യാണം ആലോചിക്കുമ്പോൾ നിങ്ങൾ അയാളുടെ ജാതിയും ബാക്ക്ഗ്രൗണ്ടുമാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഫെയ്ത്ത് വർക്ക് ചെയ്തിട്ടില്ല. നിങ്ങളുടെ ഭൗതികമായ ഒരാളുടെ ധനമാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഫെയ്ത്ത് വർക്ക് ചെയ്തിട്ടില്ല. ക്രിസ്തുവിലുള്ള വിശ്വാസം വർക്ക് ചെയ്തിട്ടില്ല. നിങ്ങളൊരു കപട ക്രിസ്ത്യാനിയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. എത്ര മാത്രം പ്രാർത്ഥിച്ചാലും, എത്ര ദൈവികമായ കാര്യങ്ങൾ പറഞ്ഞാലും, പ്രസംഗിച്ചാലും, ബഹളം വെച്ചാലും, സഹോദര സഹോദരി, നിങ്ങൾ ഒരു കപട വിശ്വാസം. നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ യൂണിറ്റിയിൽ വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥവും ചത്തതുമാണ്. അതാണ് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. അടുത്ത വാക്യം പറയാണ്, ദൈവം ഏകൻ. നിന്റെ ഡോക്ടറിൻസ് ഒക്കെ കറക്റ്റാ അല്ലേ? നീ ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലേ? കൊള്ളാം, വെരി ഗുഡ്. നീ നല്ല ഡോക്ടറിനുള്ള ആൾ, എന്ത് നല്ല ടീച്ചിങ്, കൊള്ളാം. പക്ഷെ നിനക്കൊരു കാര്യം അറിയാമോ? സാത്താന് നിന്നേക്കാൾ കൂടുതൽ ഡോക്ടറിന് അറിയാം. ഉപദേശം കൃത്യമായിട്ട് അറിയാം സാത്താൻ. പക്ഷെ പ്രയോജനമില്ല. ആ ഉപദേശം കൊണ്ട് സാത്താൻ ഒരു പ്രയോജനവുമില്ല, ദോഷമല്ലാതെ. കാരണം അത് ജീവനല്ല. പാപികളെ രക്ഷിക്കുവാൻ കർത്താവ് ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കേണ്ട വചനമാണ്. സാത്താൻ അത് അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ ഒരു പ്രയോജനമില്ല. കാര്യം അറിയാം, പക്ഷെ അവനാണ് ഏറ്റവും വലിയ പാപിയെങ്കിലും പാപിക്കത് പ്രയോജനമല്ല അവനെ സംബന്ധിച്ച്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സാത്താൻ്റെ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ബൈബിളിൽ പല സ്ഥലത്ത് കർത്താവ് റെഫർ ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്താണ് ഈ സാത്താൻ്റെ ഫെയ്ത്ത്? സാത്താൻ്റെ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഡോക്ടറിനെല്ലാം അറിയാം, പക്ഷെ ജീവനാകുന്നില്ല. തർക്കിക്കണമെങ്കിൽ എത്ര നേരം വേണമെങ്കിലും തർക്കിക്കും, പക്ഷേ ലൈഫിലേക്ക് അത് വരുന്നില്ല. ഇതിനെയാണ് നമ്മൾ സാത്താൻ്റെ ഫെയ്ത്ത് എന്ന് വിളിക്കുന്നത്. യേശു കർത്താവ് പരീശന്മാരുടെ ശാസ്ത്രിമാരും പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളല്ല, നിങ്ങൾ സാത്താൻ എന്ന പിശാച് എന്ന അപ്പൻ്റെ മക്കളാണ്. കാരണം അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എബ്രഹാം വിശ്വസിച്ചു, എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് ഉപദേശങ്ങളൊക്കെ അറിയാം, പക്ഷെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ വിശ്വാസം ജീവനായി അർപ്പിക്കപ്പെടുന്നില്ല. അതാണ് കർത്താവ് പറയുന്നത്. അതിനെയാണ് യാക്കോബ് എടുത്തു പറയുന്നത് പിശാചിൻ്റെ വിശ്വാസം. അത് വിശ്വസിക്കുക മാത്രമല്ല, ദൈവം ഏകനെന്ന് വിശ്വസിക്കുക മാത്രമല്ല, അവൻ വിറയ്ക്കുകയും ചെയ്യുന്നു. നമുക്ക് വിറയ്ക്കലില്ല, എന്നാൽ സാത്താൻ വിറയ്ക്കുന്നുണ്ട് ദൈവത്തിൻ്റെ. കാരണം ദൈവത്തെ ശരിക്കും സാത്താൻ നമ്മളെക്കാൾ കൂടുതൽ ദൈവം ആരാന്ന് ഇൻഫർമേഷൻ സാത്താനുണ്ട്, എന്നാൽ നമുക്ക് ആ ഇൻഫർമേഷൻ ഇല്ല. ഇന്ന് നമ്മുടെ ഇടയിൽ, പ്രത്യേകിച്ച് ഈ അത്ഭുത പ്രവർത്തകരുടെ ഇടയിൽ, അല്ലെങ്കിൽ വിടുതൽ തരുന്ന ദൈവം എന്ന് വിശ്വസിക്കുന്ന പെന്തക്കോസ്തുകാരുടെ ഇടയിൽ കൂടുതലും ഈ ദൈവ ഭയം ഇല്ലാതെ പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാത്തിനും ദൈവത്തെ ഇടപെടുത്തി ദൈവം എന്നുള്ളൊരു പേടി പോലും ഇല്ലാതായിപ്പോയി. ദൈവം എന്നോട് സംസാരിച്ചു ബ്രദറെ, ആ വീട്ടിലോട്ട് ഇനി പോകണ്ടെന്നാണ് ദൈവം പറയുന്നത്. ഏത് വീട്ടിലോട്ട്? അപ്പോൾ അതിനർത്ഥം എന്താണ്? ഈ ദൈവാത്മാവ് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ തോന്നലുകൾ അടിച്ചുവിട്ട് നമ്മുടെ അതേ സ്വഭാവമുള്ളൊരു ദൈവത്തെ നമ്മൾ ഉണ്ടാക്കി. അപ്പം ദൈവത്തോട് പേടിയില്ല, ദൈവത്തെ പേടിയില്ല. ദൈവം നമ്മളെ എപ്പോഴും അനുഗ്രഹിക്കുന്ന ദൈവം, ബാക്കിയുള്ളവരോടെല്ലാം പ്രതികാരം ചെയ്യുന്ന ദൈവം. ഇങ്ങനൊരു ദൈവസങ്കല്പം ഇന്ന് ഉണ്ടാക്കിയെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ പറയാണ്, സാത്താൻ വിശ്വസിക്കുന്ന പോലെ വിശ്വസിച്ചിട്ട് എന്ത് കാര്യം? ഡോക്ടറിൻസ് എല്ലാം ശരിയായിട്ട് എന്ത് കാര്യം? വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥമാണെന്ന് ഗ്രഹിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? കാരണം ഒത്തിരി ആൾക്കാരും വിശ്വസിക്കുന്നത് രക്ഷിക്കപ്പെട്ടു, ഇനിയിപ്പം നമ്മൾ എന്തായാലും സ്വർഗത്തിൽ പോകും, അതിന് ഇത്തിരി ജാതി ചിന്തയൊന്നും കർത്താവ് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല, ഇത് കുഞ്ഞൊരു കേസല്ല, ഇത് വെറുതെ നിസ്സാരമായൊരു പാപമാണ്. അങ്ങനെയല്ല, അത് യേശുവിൻ്റെ ശരീരത്തിനെതിരെയുള്ളൊരു പാപമാണ്. ഒരു മനുഷ്യരോട് പക്ഷപാതം ചെയ്യുന്നത്, സമ്പത്തുള്ളവരെ സമ്പത്തില്ലാത്തവരെ അവഗണിക്കുന്നത്, ഇതെല്ലാം യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളോടുള്ള പാപമാണ്. സ്വന്തം ശരീരത്തോട് തന്നെ ആക്രമിക്കുന്ന ആ ഭാവമാണത്. അതിന് കർത്താവ് കരുണയില്ലാതെ വിധിക്കുമെന്നാണ് യാക്കോബ് പറയുന്നത്. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? അടുത്ത വാക്യം പറയുകയാണ്, ഇനി എബ്രഹാമിൻ്റെ കഥയാണ് പറയുന്നത്. അപ്പോൾ രണ്ട് വിശ്വാസങ്ങളെയാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. ഒന്ന് സാത്താൻ്റെ വിശ്വാസം, മറ്റൊന്ന് എബ്രഹാമിൻ്റെ വിശ്വാസം. യേശുക്രിസ്തു അങ്ങനെ തന്നെ ചെയ്ത് രണ്ട് വിശ്വാസങ്ങളെ കമ്പയർ ചെയ്തത്. ഒന്ന് സാത്താൻ്റെ വിശ്വാസം, ഒന്ന് എബ്രഹാമിൻ്റെ വിശ്വാസം. അപ്പോൾ സാത്താൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഫലം പുറപ്പെടുവിക്കാത്ത വിശ്വാസം. എബ്രഹാമിൻ്റെ വിശ്വാസം ഫലം പുറപ്പെടുവിച്ച വിശ്വാസമാണ്. കാരണം എബ്രഹാം
അതിഭയങ്കരമായൊരു അനുസരണത്തിലൂടെ കടന്നുപോയി. നമുക്ക് ആർക്കും അനുസരിക്കാൻ പറ്റാത്ത അത്ര വലിയൊരു കൽപ്പനയാണ് കർത്താവ് എബ്രഹാമിന് കൊടുത്തത്. അവസാനം, നീ നിൻ്റെ ഏകജാതനായ പുത്രനെ മോറിയ മലയിൽ കൊണ്ടുവന്ന് എനിക്കായി യാഗം കഴിക്കണം. ഒരു പിതാവിനും അംഗീകരിക്കാൻ പറ്റാത്തത്. പക്ഷെ അപ്പോൾ അബ്രഹാം എന്ത് ചെയ്തു? ഒരക്ഷരം പോലും എതിർപ്പ് പറയാതെ ഇവനുമായിട്ട് ആ മോറിയ മലയിൽ യാഗം കഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ അബ്രഹാമിൻ്റെ മനസ്സിൽ എന്തായിരുന്നറിയോ? റോമാലേഖനത്തിൽ പറയുന്നത് എബ്രഹാമിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ദൈവം ഇവനെ ഉയർപ്പിക്കുമെന്നായിരുന്നു. എബ്രായ ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. പുനരുത്ഥാനത്തിൽ നിന്ന പോലെ എബ്രഹാം ഇസ്ഹാക്കിനെ തിരിച്ചു പ്രാപിച്ചു. അപ്പോൾ ദൈവം ഇവനെ നൽകിയതാണെന്നും ഇവനിലൂടെ ബഹുജാതിയായി മാറുമെന്നും എബ്രഹാമിന് അറിയാമായിരുന്നതുകൊണ്ട് മരിച്ചാലും സാരമില്ല, ദൈവം എഴുന്നേൽപ്പിക്കും, ദൈവത്തിനല്ലേ കൊടുക്കുന്നത് എന്ന ചിന്ത എബ്രഹാമിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ ചിന്തയോടെയാണ് ഇസ്ഹാക്കുമായിട്ട് എബ്രഹാം പോകുന്നത്. ഈ ഫെയ്ത്താണ്, ദൈവം എൻ്റെ തലമുറ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ആക്കുമെന്നുള്ള ഫെയ്ത്താണ്, പുനരുത്ഥാനത്തിലുള്ള വിശ്വാസമാണ് എബ്രഹാമിന് ആ ധൈര്യം നൽകിയത്, അനുസരണം ഉണ്ടാക്കിയത്. അപ്പോൾ ഫെയ്ത്ത് വിൽ പ്രൊഡ്യൂസ് ഒബീഡിയൻസ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് ശരിക്കും ഫെയ്ത്ത് അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 20-ാം വാക്യം പറയാണ്, നമ്മുടെ പിതാവായ എബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തിയാലാണോ ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത്? ബൈബിളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയെ കണക്കിട്ടു. എന്നാൽ ഇവിടെ പറയാണ് പ്രവൃത്തിയാലല്ലേ ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത്. അതും ശരിയാണ്. കാരണം എങ്ങനെ നോക്കുമ്പോൾ പ്രവൃത്തിയുള്ള വിശ്വാസമാണ് ഒരു മനുഷ്യനെ നീതീകരിക്കുന്നത്. അതായത് യാക്കോബ് പറയുന്നത്, എപ്പോഴാണോ എബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിച്ചത് ആ മോമെൻറ്റിലാണ് എബ്രഹാം ശരിക്കും നീതീകരിക്കപ്പെട്ടവനായി വെളിപ്പെടുന്നത്. കാരണം അവൻ്റെ ഫെയ്ത്ത് കറക്റ്റായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണിൽ എബ്രഹാം ആദ്യമേ നീതീകരിക്കപ്പെട്ടെങ്കിലും ഈ അനുസരണത്തിലൂടെ എബ്രഹാം തെളിയിക്കുകയാണ് ഞാൻ നീതിമാനാണ്. എന്താണ് അതിന് കാരണം? അവൻ്റെ ഉള്ളിലുള്ള ഫെയ്ത്താണ്. അടുത്ത വാക്യം പറയുന്നു, അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചുവെന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. എബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി. അപ്പോൾ എങ്ങനെ ഇതെന്താ നിവൃത്തിയായത്? ഈ പ്രവൃത്തിയിലൂടെ എബ്രഹാം എന്താ തെളിയിച്ചത്? എബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അപ്പോൾ എബ്രഹാമിനെ ദൈവം നീതിമാനെന്ന് വിളിക്കുമ്പോൾ എബ്രഹാം നീതിമാനല്ല, വിളിച്ചത് അവൻ വിശ്വസിച്ചപ്പോഴാണ്. എന്നാൽ എബ്രഹാമിനെ ദൈവം നീതിമാനാക്കി മാറ്റി. എന്തും അനുസരിക്കുന്ന, ദൈവം എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന ഒരാളാക്കി മാറ്റി. അതെങ്ങനെ മാറി? എബ്രഹാമിൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്ത വിശ്വാസം എബ്രഹാമിനെ അങ്ങനെ മാറ്റി എന്നാണ് നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? നമ്മുടെ അനുസരണത്തിലേക്കും ക്രിസ്തുവിനോടുള്ള വിധേയത്വത്തിലേക്കും എത്തിക്കണം. ഫലം പുറപ്പെടുവിക്കുന്ന അവസ്ഥയിലോട്ട് എത്തിച്ചില്ലെങ്കിൽ ആ ഫെയ്ത്ത് നിർജ്ജീവമാണ്. നമ്മളിൽ ആ വിശ്വാസം പണിയെടുക്കുന്നില്ല എന്നാണ് യാക്കോബ് പറയുന്നത്. ഇവിടെ പ്രത്യേകിച്ച് യാക്കോബ് മുഖപക്ഷം എന്ന വിഷയത്തെ ബേസ് ചെയ്താണ് സംസാരിക്കുന്നത്. പാവങ്ങളോടുള്ള കരുണ ഇല്ലായ്മയെക്കുറിച്ച്, മറ്റ് വിഭാഗത്തിലുള്ള അകലത്തെക്കുറിച്ച്, ആ സഭയെ ബാധിക്കുന്ന ആ പ്രശ്നങ്ങളെക്കുറിച്ചാണ് യാക്കോബ് ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, എബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവനെ നീതിയായി കണക്കിടുകയും എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേര് പ്രാപിച്ചു. അപ്പോൾ തിരുവെഴുത്ത് എന്താ പറയുന്നത്? വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും, പ്രവൃത്തിയാലല്ല എന്നാണ്. പക്ഷേ അത് ശരിയാണോ നമ്മൾ നോക്കണ്ടേ? ശരിയാണോ ആ തത്വം? ബൈബിൾ പറയുന്നത് ശരിയാണോ? ശരിയാണ്. എന്തുകൊണ്ടറിയാം? എബ്രഹാമിൻ്റെ ലൈഫിൽ അറിയാം. അവൻ അനുസരിക്കുന്ന ആളായി മാറി ആ വിശ്വാസത്താലുള്ള നീതീകരണം പൂർത്തിയാക്കി. എന്ന് പറഞ്ഞാൽ അത് പൂർത്തിയിൽ കൊണ്ടുവന്നത്, വെളിപ്പെടുത്തലിൽ കൊണ്ടുവന്നു. നമ്മുടെ മുമ്പിൽ അത് ഒരു എക്സാമ്പിളായിട്ട് വന്നു. എന്ത് തെളിയിച്ചു? വിശ്വസിക്കുന്നവരെല്ലാം നീതിമാന്മാർ തന്നെയാണ് എന്ന് എബ്രഹാം തെളിയിച്ചു. അപ്പോൾ എബ്രഹാമിൻ്റെ ഫെയ്ത്ത് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ മുമ്പിലൊരു മാതൃകയാണ്. എങ്ങനെ മാതൃകയാണ്? ആ ഫെയ്ത്താണ് നമ്മെ ക്രിസ്തുവിലേക്ക് എത്തിക്കുന്നത്, പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശയിലേക്ക് എത്തിക്കുന്നത്. ഈ പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശയിലേക്ക് പോകുന്ന ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നമ്മൾ നീതിമാന്മാരായി മാറുന്നു, അനുസരണമുള്ളവരായി മാറുന്നു. ഈ ഫെയ്ത്ത് എത്താത്തിടത്തോളം കാലം നമ്മൾ നീതിമാന്മാരോ അനുസരണമുള്ളവരോ അല്ല. അതുകൊണ്ടാണ് യഥാർത്ഥ വിശ്വാസം, ഫലം പുറപ്പെടുവിക്കുന്ന വിശ്വാസം എന്താണ് എന്ന് യാക്കോബ് വിശദീകരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ടീച്ചിങ്ങാണ്. കാരണം പല ആൾക്കാരും വിശ്വസിക്കുന്നത് ഞങ്ങളെന്തായാലും വിശ്വസിച്ച് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, ഇനിയിപ്പോൾ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരോട് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തെ പരിശോധിക്കുക. അത് ഫലം കൊടുക്കാത്ത ചാവിള്ളയാണ്, അത് ജീവനുള്ളതല്ല, അത് നിങ്ങളെ നീതീകരിക്കുന്നതല്ല. ഇപ്പോൾ എബ്രഹാമിൻ്റെ വിശ്വാസം എന്ന് പറയുന്ന ആ വിശ്വാസം നമുക്ക് എപ്പോഴും മാതൃകയാണ്, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അതാണ് എബ്രഹാം. അതുകൊണ്ടാണ് വിശ്വാസികളുടെ പിതാവാകുന്നത്. അപ്പോൾ വിശ്വാസികളുടെ പിതാവായ എബ്രഹാം എന്ന് പറയുമ്പോൾ ആ ഫെയ്ത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് അത് നമ്മുടെ നിത്യമായ ആ നിത്യതയിലേക്ക്, പുനരുത്ഥാനത്തിലേക്ക്, ക്രിസ്തുവിലേക്ക് എത്തിക്കുന്ന ഫെയ്ത്ത്. നിങ്ങളൊരു പക്ഷേ വിശ്വാസി എന്ന് പറയുകയും ആ സമയത്ത് ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്, ആൻറ്റി നൊമീനിയനിസം എന്ന് പറയും. ഈ ആൻറ്റി നൊമീനിയനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമങ്ങളൊന്നുമില്ല, നമ്മൾ രക്ഷിക്കപ്പെട്ടു, ഇനി സ്വർഗത്തിൽ പോയിക്കോളൂ, ഇനി അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ്സാണത്.
അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. രക്ഷയെ വളരെ കാഷ്വലായിട്ട് എടുക്കുന്നവർ എന്നാണ് അവരെക്കുറിച്ച് നമ്മൾ പറയേണ്ടത്. അപ്പോൾ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ വിശ്വസിക്കുന്നു പറയുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ ജീവിതത്തിൽ ഒരു വ്യത്യാസവും വരും. ഇപ്പോഴും ജാതിയെക്കുറിച്ച് ചിന്തിക്കുന്നു, ഇപ്പോഴും പണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ഇപ്പോഴും ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തെക്കുറിച്ച്, ആ മാർമികമായ ആ ശരീരത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല. കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല. സഹോദരൻ്റെ വേദന കാണുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ വന്നു കഴിയുമ്പോൾ ഈ ഒരു പ്രോബ്ലം, നമ്മുടെ വിശ്വാസം ശരിയാണോ എന്നുള്ളൊരു പരിശോധനയിലൂടെ കടന്നു പോകേണ്ട ആവശ്യമാണ്. കാരണം വിശ്വാസം ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ അത് സാത്താന്യമാണ്. ഈ സാത്താന്യമായ വിശ്വാസം കയ്യിൽ വെച്ചിട്ട് ഞങ്ങൾ സ്വർഗ്ഗത്തിൽ പോകുന്നു വിശ്വസിച്ചിരിക്കും എന്ന കുറേ ആൾക്കാരുമുണ്ട്. എന്നാൽ സ്വർഗ്ഗത്തിൽ പോകുമോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഉറപ്പില്ലാത്തവരുണ്ട്. എന്നാൽ ഈ ചപലമായ പ്രവർത്തിക്കാത്ത ഡെഡ് ഫെയ്ത്ത് കൊണ്ട് സ്വർഗ്ഗത്തിൽ പോകുമെന്ന് കരുതുന്നവരുമുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ശരിക്കും കർത്താവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മൾ ആ ഒരു ഇടുക്ക് വഴിയിലൂടെ കയറിയേ പറ്റൂ. ആ ഒരു പരിജ്ഞാനത്തിൻ്റെ വഴിയിലൂടെ നടന്നേ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് അത് ഒരു കാരണവശാലും അത് വിശ്വാസം ശരിയാണെന്നോ നമ്മൾ സ്വർഗ്ഗത്തിൽ പോകുന്നു പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ വിശ്വാസം തെളിയിക്കപ്പെടുന്ന പ്രവൃത്തികളാലാണ്. നമ്മുടെ വിശ്വാസം നീതീകരിക്കപ്പെടുന്നത്, ജസ്റ്റിഫൈഡ് ആകുന്നത് പ്രവൃത്തികളാലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണുന്നത് 22-ാം വാക്യത്തിൽ പറയാണ്, അവൻ്റെ പ്രവൃത്തിയോട്, അതായത് എബ്രഹാമിൻ്റെ പ്രവൃത്തിയോട് കൂടെ വിശ്വാസം വ്യാപരിച്ചു. അപ്പം ആ പ്രവൃത്തി ഉണ്ടായത് വിശ്വാസത്താലാണ്. ആ പ്രവൃത്തിയിൽ മുഴുവൻ വിശ്വാസം ഉണ്ടായിരുന്നു. പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. അപ്പോൾ അബ്രഹാമിൻ്റെ പ്രവൃത്തി എത്തിക്കഴിഞ്ഞപ്പോഴാണ് ആ രക്ഷയുടെ ആ പ്രോസസ്സ് നമ്മൾ അനുസരിക്കുന്നവരായി മാറുക എന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പനയുടെ പൂർണ്ണത മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുന്ന വിശ്വാസത്താൽ മാത്രമാണ്. പക്ഷേ വിശ്വാസം ജെന്യുവിനായിരിക്കണം. അത് ഫലം പുറപ്പെടുവിക്കുന്ന വിശ്വാസമായിരിക്കണം. ഫലം പുറപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. നമ്മൾ ആദ്യത്തെ ദിവസം അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചവൻ നീതിയായി കണക്കിട്ട് അന്ന് തന്നെ അബ്രഹാം മരിച്ചു പോയാലും നീതിമാനായിട്ടാണ് മരിക്കുന്നത്, അന്ന് വിശ്വാസത്താൽ. പക്ഷേ അവനൊരു സമയം കൊടുത്താൽ, നമ്മുടെ ലൈഫ് കുറച്ച് മുമ്പോട്ട് പോയാൽ നമ്മൾ തീർച്ചയായിട്ടും ഏത് ലെവലിലും ദൈവത്തെ അനുസരിക്കുന്നവരായിട്ട് നമ്മളെ മാറ്റുവാൻ കഴിവുള്ള ഒരു വിശ്വാസമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഇവിടെ പറയുന്നത് അബ്രഹാമിൻ്റെ പ്രവൃത്തിയോടുള്ള വിശ്വാസം വ്യാപരിച്ചു, പ്രവൃത്തിയാൽ ആ വിശ്വാസം പൂർണ്ണമായി എന്ന് നമ്മൾ കാണുന്നുണ്ട്. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവൻ നീതിയായി കണക്കിടുകയും ചെയ്യുന്നുള്ള തിരുവെഴുത്ത് അങ്ങനെയാണ് നിവൃത്തിയായത്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയണം, അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല. ഈ വെറും വിശ്വാസം എന്ന് പറയുന്ന വിശ്വാസമാണ് ഈ ആൻറ്റിനോമിയനിസത്തിന് അടിസ്ഥാനമായിരിക്കുന്നത്. ആൻറ്റിനോമിയൻസ് പറയുന്നത് നമ്മൾ നിയമങ്ങളൊന്നുമില്ല, വിശ്വസിച്ചു, അത് ക്രിസ്ത്യൻ ആൻറ്റിനോമിയൻസ് പറയുന്നു. അപ്പോൾ ആ നീതിയിലേക്ക് കൊണ്ടുപോകുന്ന കാഷ്വലായിട്ട് ഫെയ്ത്തിനെടുക്കാത്ത, നമ്മൾ ഗൗരവമായിട്ട് വിശ്വാസം എടുക്കുന്നവരാണെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ വിശ്വാസം ഫലം പുറപ്പെടുവിക്കാത്തതെന്ന് നമ്മൾ ഗൗരവമായി തന്നെ ആലോചിക്കേണ്ടത് ആവശ്യമാണ്. ഇനി ഫലം പുറപ്പെടുവിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒത്തിരി വിഷമിക്കുകയും വേണ്ട. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഞരക്കമുണ്ടെങ്കിൽ, ഫലം പുറപ്പെടുവിക്കാനുള്ള ഞരക്കമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ വഴി തന്നെയാണ്, തീർച്ചയായിട്ടും ഫലം പുറപ്പെടുവിക്കപ്പെടും. എന്നാൽ നിങ്ങൾ ഇതിനെല്ലാം കാഷ്വലായിട്ട് എടുക്കുന്ന ഒരാളാണ്, ഫലത്തെ ചിന്തിക്കുന്നില്ല, ഞങ്ങളിങ്ങനെയൊക്കെ ചിന്തിക്കുകയുള്ളൂ എന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ അത് തീർച്ചയായിട്ടും വിശ്വാസം ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഇവിടെ പറയുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് റാഹാബ് എന്ന വേശ്യയെക്കുറിച്ച് പറയുന്നു. അനേകം എക്സാമ്പിൾസ് നമ്മൾ എബ്രായ ലേഖനം നോക്കുമ്പോൾ മുഴുവൻ എക്സാമ്പിൾസ് 11 അധ്യായം മൊത്തം ഈ വിശ്വാസം എങ്ങനെ ഫലം പുറപ്പെടുവിച്ചു എന്നുള്ളതാണ്. മോശയുടെ കാര്യം പറയുന്നത് അങ്ങനെ തന്നെയാണ്. മോശയുടെ ഫെയ്ത്ത് അവനെ നിർബന്ധിച്ചത് എങ്ങോട്ടാണ്? ക്രിസ്തുവിൻ്റെ നിന്ദ തിരഞ്ഞെടുത്ത് പാളയത്തിന് പുറത്തോട്ട് ഇറങ്ങുവാൻ മോശയെ നിർബന്ധിച്ചു. അങ്ങനെ ഓരോരുത്തരുടെയും ഫെയ്ത്ത് അവരെ റാഡിക്കലായിട്ടുള്ള മാറ്റത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. നിങ്ങളുടെ ഉള്ളിലും ആ യഥാർത്ഥ വിശ്വാസം വന്നാൽ അതൊരു വലിയ മാറ്റത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ കാണിച്ചു തരുന്നു. ഓക്കെ, ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജ്ജീവമായിരിക്കുന്ന പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജ്ജീവമാകുന്നു. അപ്പോൾ നമ്മൾ ഈ വിശ്വാസം ഉണ്ടെന്ന് പറയുകയും ഡോക്ട്രിൻസ് എല്ലാം ഉണ്ടെന്ന് പറയുകയും ഞങ്ങൾ യാക്കോബ പള്ളിയിൽ നിന്ന് പോകുന്നു, ഹൈന്ദവ വിശ്വാസത്തിൽ പോകുന്നു, ഇസ്ലാമിൽ നിന്ന് പോകുന്നു, കത്തോലിക്കയിൽ നിന്ന് പോകുന്നു എന്നൊക്കെ പറയുകയും പുതിയതിനകത്ത് വന്ന ശേഷവും ഒരു വ്യത്യാസവും ഇല്ലാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിലല്ല വിശ്വസിച്ചത്. നിങ്ങൾ ഏതോ സഭയുടെ തത്വങ്ങളിലാണ് വിശ്വസിച്ചിരിക്കുന്നത്. നിങ്ങൾ ഏതോ മനുഷ്യൻ്റെ പ്രാർത്ഥിക്കാനുള്ള കഴിവിലാണ് വിശ്വസിച്ചിരിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിലുള്ള രക്ഷാകരമായ വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫലം പുറപ്പെടുവിക്കുന്ന അനുസരണത്തിലേക്ക് എത്തിക്കുമെന്ന് യാക്കോബിൻ്റെ ലേഖനം പറയുന്നു. അപ്പോൾ പല ആൾക്കാർ യാക്കോബിൻ്റെ ലേഖനത്തിൽ അബ്രഹാമിൻ്റെ കഥ വായിക്കുന്നത് പൗലോസ് പറഞ്ഞ വിശ്വാസത്താലുള്ള നീതീകരണത്തെ എതിർക്കാൻ വേണ്ടിയാണ്. പലരും ചിന്തിക്കുന്നത് യാക്കോബ് പൗലോസിനെതിരെ പറയുന്നതെന്നാണ്. അല്ല, പൗലോസിനെ ദുർവ്യാഖ്യാനം ചെയ്തവരെയാണ് യാക്കോബ് എതിർക്കുന്നത്. വിശ്വാസം മതി എന്ന് പറഞ്ഞു കഴിയുമ്പം ആ വിശ്വാസം ജെന്യുവിനായിരിക്കണമെന്ന് യാക്കോബ് ഊന്നി പറയുകയാണ്. ഈ ഒരു യാക്കോബിൻ്റെ ലേഖനങ്ങൾ വരുമ്പോഴാണ് ഈ ഉപദേശം പൂർണ്ണമാകുന്നത്. അതല്ല എങ്കിൽ അനേകം ആളുകൾ ഇതിനെക്കുറിച്ച് തെറ്റായിട്ട് ധരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വിശ്വാസമുണ്ടെന്ന് പറയുകയും അതേസമയത്ത് നിങ്ങൾ മറ്റുള്ളവരെ അവഗണിക്കുകയും അവമതിക്കുകയും
മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പ്രജുഡിസ് അല്ലെ സെനോഫോബിയ, 2 വാക്കുകൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. പ്രജുഡിസ് എന്ന് പറയുന്നത് മുൻവിധിയാണ്. അവൻ ആ ജാതിയാണ്, അവൻ അങ്ങനെ പെരുമാറുള്ളൂ. ഇത് പ്രജുഡിസാണ്. സെനോഫോബിയ എന്ന് പറയുന്നത് മറ്റ് ഗ്രൂപ്പുകൾ, അത് നമ്മുടേതല്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ, സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ ഉള്ള ഭയമാണ്. അവർ നമ്മളെ കീഴടക്കുമോ എന്നുള്ള പേടി, അല്ലെങ്കിൽ അവരുമായിട്ട് ഒത്തുപോകാനുള്ള ഭയമാണ്. ഇത് രണ്ടും നമ്മൾ വിശ്വാസം വരുമ്പോഴേക്കും ഓടിപ്പോകേണ്ട, നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാകേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ സമ്പത്തുള്ളവർ, സമ്പത്തില്ലാത്തവർ, ഇങ്ങനെ വേർതിരിവുകൾ, മുഖപക്ഷങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിനെതിരെയുള്ള പാപങ്ങൾ വ്യാപിക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം വിശ്വാസം പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ആ വിശ്വാസം ജെന്യുവിനാണോ എന്ന് ചെക്ക് ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. അതിനൊരിക്കലും മടിക്കരുത്. കാരണം നിങ്ങളിപ്പോഴും ക്രിസ്തുവിൻ്റെ ആ ഇടുക്ക് വഴിയിലോട്ട് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ, ക്രിസ്തുവിൻ്റെ കാഴ്ചകൾ ലഭിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ സഹോദരനെ നോക്കുമ്പോൾ ആ സഹോദരനോട് എന്നോട് തോന്നുന്ന അതേ സ്നേഹം തോന്നുന്നില്ലെങ്കിൽ, ആ തോന്നുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര എത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ ആ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ തോന്നുന്നില്ലെങ്കിൽ, ആ തത്വം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നില്ലെങ്കിൽ നമ്മൾ അപകടത്തിലാണ് എന്ന് അറിഞ്ഞിരിക്കണം. ഫലം പുറപ്പെടുവിക്കാൻ ആഗ്രഹം നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ, അതായത് ഈ കാര്യങ്ങളിലെല്ലാം യേശു കർത്താവെ അങ്ങ് എങ്ങനെ ചിന്തിക്കുന്നു അതുപോലെ തന്നെ ചിന്തിക്കുവാൻ എന്നെ നീ സഹായിക്കണമേ എന്ന ഒരു നിലവിളി നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് അപകടകരമാണ് എന്ന് ചിന്തിക്കേണ്ടതാണ്. അതാണ് യാക്കോബ് ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്ഥിരതയുള്ള വിശ്വാസം, യാക്കോബ് പറയുന്നത് സ്ഥിരതയുള്ള വിശ്വാസം ഫലം പുറപ്പെടുവിക്കുന്നു. സ്ഥിരതയുള്ള വിശ്വാസം ഉണ്ടെങ്കിലേ ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. അപ്പോൾ ചപലമായ വന്നു പോകുന്ന, നിലനിൽക്കാത്ത, കേട്ടുകേൾവിയാലുള്ള അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് മാത്രമുള്ള വിശ്വാസം ഒരു ഫലവും പുറപ്പെടുവിക്കുന്നില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫെയ്ത്ത് ഉള്ള ആളുകൾ, നമ്മൾ എല്ലാ സഹോദരങ്ങളെയും യേശുക്രിസ്തുവിൻ്റെ ശരീരം നിമിത്തം ഒന്നായി കാണുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.